സ്വാഗതം ഗൈസ്. കുറേ നാളായി ഗൈസ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് കുറേ കാലമായി എപ്പോഴും പറയുന്ന പോലെ. ഇന്നതേ നോക്കിക്കുക ഗൈസ്, ഞാൻ റെഡിയാക്കിയായി, ഇതൊക്കെ റെഡിയായി, സാരിയൊക്കെ കൊടുത്ത് എവിടെ പോകുന്നതെന്നല്ലേ തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതെ ഗൈസ്, ഞാൻ ഞങ്ങളുടെ 12th ഫെയർവെല്ലാണ് ഗൈസ് ഇന്ന്. സ്കൂളൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഫെയർവെല്ലാണ് നടക്കാനത്. ഇന്നാണ് സംഭവം. എന്താണെന്ന് പപ്പൂട്ടി സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. 11th ആണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ സീനിയേഴ്സിനെ കൊടുത്തതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ പ്രാവശ്യത്തെ 11th നമുക്ക് ചെയ്ത് തന്നെ സാധനമാണ്. അപ്പം എങ്ങനെ ഇതുണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പം സമയം വന്നിട്ട് 11:10 ആയിട്ടുണ്ട്. അപ്പം അവിടെ എനിക്കൊരു 12:30 ആകുമ്പോൾ എല്ലാവരും എത്തിയിട്ട് സ്കൂളിലോട്ട് കയറ്റും എന്നാണ് പറഞ്ഞത്. എനിക്ക് 12:10 ആകുമ്പോൾ ഒന്ന് സ്കൂളിൻ്റെ അവിടെ ഓപ്പോസിറ്റ് ഒരു കടയിൽ ചെല്ലണം, പാറ്റ്സിൽ ചെല്ലണം. അപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. ഫോട്ടോസൊക്കെ കുറച്ച് നേരത്തെ, അല്ലെങ്കിൽ 3:30 ആകുമ്പോൾ കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെ വിട്ടാൽ നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാവുന്നൊന്നും അറിയില്ല. കുറച്ച് എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ നമ്മൾ കാണുന്നതാണ് ഇങ്ങനെ വലിയ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഇങ്ങനെ സാരിയൊക്കെ കൊടുത്ത് എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചു ഇതൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നതല്ലോ. അത് എൻ്റെ കമ്മൽ ഇത് F. അപൂർവെന്നാണ്. ക്ലിയർ അല്ലേ? F. അപൂർവയുടെ ഒന്നാണ്. പിന്നെ ഇതെല്ലാം ചെയ്തു തന്നത് വേറെ ആരുമല്ല, എൻ്റെ അമ്മ തന്നെയാണ്. അപ്പം നമുക്കിനി വണ്ടി കയറി ഞാനിവിടെ നിന്നൊരു 11:30 ആകുമ്പോൾ ഇറങ്ങാനാണ്. ഞാനിപ്പോൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. റൂമിൽ കുറച്ച് റീസിയൊക്കെ കൊണ്ടിട്ട് ഇനി നമ്മൾ ഇറങ്ങും. 11:30 ആകുമ്പോൾ ഇറങ്ങും. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം എന്തൊക്കെ ആവും എന്തോ നമുക്ക് നോക്കാം. ആരും എത്തിയിട്ടില്ല. സാധാരണ എപ്പോഴും ഞാനാണ് ലേറ്റ് ആവുന്നത്. ഈ പ്രാവശ്യം അവർ എത്താൻ പോകുന്നെന്നാ പറഞ്ഞേ. ആരും വന്നിട്ടില്ല. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് പറയണേ. എന്തൊരു ടെൻഷൻ. എന്താ ലൈറ്റില്ല എൻ്റെ കണ്ണിൻ്റെ പ്രശ്നം? കൊള്ളാലേ? നീ എഡിറ്റ് ചെയ്യാതെ ഇടൂല്ലേ? പിന്നെ ഇടൂലേ? നമ്മൾ ക്ലാസ്സിലോട്ട് കയറാൻ പോയിരിക്കാം, അറിയില്ല. ഗൈസ് ഒന്നും നടക്കണില്ല ഈ വെയിലത്ത്. എല്ലാവരും ദിയാ പോണണ്ടാ? എനിക്കൊന്ന് പോകണ്ട. എന്നാ വാങ്ങോട്ട്. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മൾ പോസ്റ്റാണ്. നമുക്ക് പിന്നെ ട്രാൻസിഷനോ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ നിൽക്കുകയാണ്. വണ്ടി എടുക്കുക, അക്ഷരേനെ എടുത്തോളും പോകും. ഗൈസ് നമ്മൾ റീലെടുത്തിട്ട് ഇപ്പം ഇനി കയറാൻ പോവുകയാണ്. എല്ലാവരും വന്നിട്ടുണ്ട് ഗൈസ്. സോ ഗൈസ് നമ്മൾ ഇവിടെ കയറി, എല്ലാവരും വന്നിട്ടുണ്ട് ഗൈസ്. ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അറിയില്ല. ദിയ എന്താ ദിയ? എൻ്റെ ബാഗ് ഞാൻ ഗൈസ്. ദിയക്ക് ഒരു ഇതില്ല, തൃപ്തിയില്ല അല്ലേ? സോ ഗൈസ് നമ്മൾ ഇവിടെ കയറി. ഇനി ഒരു കാർഡൊക്കെ കിട്ടും ഗൈസ്, കാണിച്ചു തരാം. ഗൈസ് നമ്മൾ ഓഡിറ്റോറിയത്തിൽ കയറി. ഫുഡ് കിട്ടി നമുക്ക്.
അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അതെ ഫെയർവെൽ കഴിഞ്ഞു. നല്ല കാറ്റുണ്ട്. എല്ലാം കഴിഞ്ഞു ഗൈസ്, എല്ലാം കഴിഞ്ഞു. അതെ ഇനി പഠിക്കണം. നിങ്ങൾക്ക് മറ്റന്നാണ് ഇവർക്ക് പ്രാക്ടിക്കൽ. എനിക്ക് വന്നിട്ട് തിങ്കളാഴ്ച. സോ ഗൈസ് നമുക്കിനി ഒരു റീൽ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്യാണ്. എടുത്തിട്ട് വരാം. പാട്ട് നമ്മളങ്ങനെ ഓട്ടോയിൽ കയറിയിട്ട് ചങ്ങമ്പുഴ പാർക്കിൽ പോവാണ്. അവിടെ പോയിട്ട് കാണാം. ബസ്സൊക്കെ നല്ലപോലെ സ്പീഡില് നമ്മൾ ചങ്ങമ്പുഴ പാർക്കിൽ വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ്. നല്ല രസമുണ്ട് ഇങ്ങനെ സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ വരാൻ ഒരു രസമുണ്ട് അല്ലേ ഗൈസ്. നമുക്കിനി ഫോട്ടോ എടുക്കാം. പക്ഷേ എൻ്റെ ചാർജർ ആകെ 20% ഉള്ളൂ. അപ്പം അതുകൊണ്ട് അറിയില്ല. നോക്കാം ഗൈസ്. നമ്മളങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ ഗ്രീൻ ലീഫിൻ്റെ അങ്ങോട്ട് വരും. അപ്പം അവിടെ തന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. സോ ഗൈസ് ഞാനിവിടെ നിൽക്കുകയാണ്. വല്ലതും കേൾക്കുമോ എന്തോ. എല്ലാവരും ആണെങ്കിൽ നോക്കുന്നു ഗൈസ്, നല്ലപോലെ നോക്കുന്നു. എന്താണെന്നറിയില്ല. സാരൂട്ടതായിരിക്കാം. അപ്പയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അവരൊക്കെ പോയി, അവരൊക്കെ വീട്ടുകാരൊക്കെ വന്നു പോയി. ഞാൻ ഇവിടെ നിൽക്കുവാണ്. അപ്പയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ വന്നു വീട്ടിൽ. അടിപൊളിയായിരുന്നു ഗൈസ്. അടിപൊളിയെന്ന് വെച്ചാൽ നല്ല ഫെയർവെല്ലായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ 6:15 ആയപ്പോഴാണ് ഞാൻ വീട്ടിൽ കയറിയത്. ഫോൺ ചത്തുപോയി. അതുകൊണ്ട് എനിക്ക് പിന്നെ എടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല. തരില്ല. അപ്പോൾ ബ്ലൗസ് എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തത്. അടിപൊളിയാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു, നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പം അത്രയേ ഉള്ളൂ ഈ വീഡിയോ. എത്രയൊക്കെ കുറേണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്കിതൊന്ന് മെമ്മറി ചെയ്ത് ഇങ്ങനെ മൊമെൻ്റാക്കി വെക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് കുറച്ചൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ കുറേയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. 2029 നിങ്ങൾക്ക് എന്തെങ്കിലും കാണാം. ഓക്കെ. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ നല്ലൊരു സ്പെഷ്യലാണ് എനിക്ക്. ബിക്കോസ് നല്ലതാണല്ലോ. അവസാനത്തെ ഒരു ഫെയർവെൽ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അത് നമ്മൾ നടത്തുന്നതാണ്. സ്കൂളല്ല നടത്തുന്നത്, നമ്മൾ എല്ലാവരും നടത്തുന്ന ഒരെണ്ണമാണ്. അതിന് ഇനി വേറെ വീഡിയോ ഞാൻ എന്തായാലും കാണിക്കാം. അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സോ അത്രയേ ഉള്ളൂ.